പ്രാണനിൽ നീ മാത്രം. രചന അവതരണം മിത്രവിന്ദ. കല്യാണമൊക്കെ കൂടിയിട്ട് മഹിയും ഗൗരിയും കൂടി വീട്ടിലെത്തിയപ്പോൾ ഏകദേശം 4 മണി കഴിഞ്ഞിരുന്നു. രണ്ടാളും ശരിക്കും മടുത്തുപോയിരുന്നു. വീട്ടിലെത്തി വേഷമൊക്കെ മാറി ഒന്ന് കുളി കഴിഞ്ഞപ്പോഴാണ് ഗൗരിക്ക് ആശ്വാസമായത്. മഴ പെയ്യും തോന്നുന്നു, നല്ല കാറും കോളുമാണ്. മഹി ബാൽക്കണിയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് പറഞ്ഞു. തുലാമഴയ്ക്കാവും, നല്ല ഇടിയുണ്ടാവും മഹിയേട്ടാ. അതെ, ഇതുപോലെ ഒരു തുലാമഴയുള്ള സമയത്താണ് എനിക്ക് ഇടിമിന്നലേറ്റത്. ഓ, എനിക്കതിന് ശേഷം ഈ മിന്നലൊക്കെ വന്നാൽ ഭയങ്കര പേടിയാ. അവൾ ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ജോലി കഴിഞ്ഞിറങ്ങുമ്പോൾ ഞാൻ വണ്ടി അയച്ചോളാം. നീ ഒറ്റയ്ക്ക് നടന്നു വരികയൊന്നും വേണ്ട. അയ്യോ, അതെനിക്ക് പേടിയാ. മഹിയേട്ടനോടൊരു കാര്യം പറയാൻ തുടങ്ങുമായിരുന്നു. ഒന്നാമത് അധികം ആളൊന്നും ഇല്ലാത്ത സ്ഥലമല്ലേ ഏട്ടാ, അതുകൊണ്ടാണേ. പെട്ടെന്നൊരു ഇടിമിന്നൽ വന്നതും ഗൗരി അകത്തേക്ക് ഓടി. അന്ന് രാത്രിയിലും കിടന്നിട്ട് ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ് മഹി. ഇതെന്താ, ഉറങ്ങുന്നില്ലേ സാറേ? ഗൗരി അവന്റെ അരികിലേക്ക് വന്ന് കിടന്നു. ഉറക്കം വരുന്നില്ല പെണ്ണേ. അതെന്തേ, നിദ്രാദേവി പുൽകിയില്ലേ? അവൾ മഹിയെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. ഇല്ലെന്നേ, എന്റെ നിദ്രാദേവി നാളെയാണ് എനിക്ക് ഡേറ്റ് തന്നിരിക്കുന്നത്. ആ സ്വപ്നവും കണ്ടു കിടക്കുന്നതുകൊണ്ടേ ഉറക്കം തീരെ വരുന്നില്ല. 2-3 ദിവസമായിട്ട് ഇതേ അവസ്ഥയിലാണേ. ഒപ്പം കട്ട വെയിറ്റിങ്ങിലും. മഹി അവളെ നോക്കി പറഞ്ഞു. അത് കേട്ടതും ഗൗരിയുടെ മുഖത്ത് നാണം മുട്ടിട്ടു. ഗൗരി, അവന്റെ വിളിയൊച്ച കാതിൽ പതിഞ്ഞതും ഗൗരി ഉറക്കം നടിച്ചു കിടന്നു. ഇന്നോട് ഉറങ്ങിക്കോ, നാളെ മുതൽക്കേ വേറെ പ്രോഗ്രാം ഉണ്ട്. അവൻ ശബ്ദം താഴ്ത്തി. എന്തേ, കഥകളിയാണോ ഉറക്കളയ്ക്കാൻ? അവൾ പിറുപിറുത്തു. ഊവ്, കാണുന്നുണ്ടോ? ഞാൻ കീചകവധം നടത്തേണ്ടി വരുമോ ഏട്ടാ? അവൾ ചോദിച്ചതും മഹി അവളുടെ പിൻകഴുത്തിലൊരു മുത്തം കൊടുത്തു. അത്രയ്ക്ക് ക്രൂരനല്ലടി ഞാന്. അത് കേട്ടതും ഗൗരി ശബ്ദമില്ലാതെ ചിരിച്ചു. ഗൗരി, എന്താ ഏട്ടാ? അതെ, നാളെ നീ ലീവ് എടുക്കാമോ? എന്തിന്? ഒന്നുമില്ലടി, വെറുതെ ഒരു രസം. എന്തേ, കാലത്തെ മുതൽ കഥകളി നടത്താനാണോ? ഒന്ന് പോടി കാന്താരി. അവൻ ചിരിച്ചു. ഗൗരി, ഒരു ദിവസം ലീവ് എടുക്കുന്നേ. നാളെ പറ്റില്ലേട്ടാ, മറ്റന്നാളാവട്ടെ. നിന്റെ ഇഷ്ടം. ഞാനെന്തായാലും 2 ഡേയ്സ് ഓഫീസിലേക്ക് എത്തില്ലെന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഏട്ടന്റെ സ്വന്തം ഓഫീസല്ലേ, എത്ര ദിവസം വേണേലും ലീവ് എടുക്കാം. പക്ഷെ എനിക്കങ്ങനെ പറ്റില്ലല്ലോ ഏട്ടാ. കുഴപ്പമില്ല പെണ്ണെ. അവൻ ഗൗരിയുടെ തോളിൽ തട്ടി. ഉറങ്ങിക്കോ ഗൗരി, നേരം ഒരുപാടായി. മഹി പറഞ്ഞതും ഗൗരി മിഴികൾ പൂട്ടി. മഹിയാണെങ്കിൽ പല വിചാരത്തിലായിരുന്നു അന്ന് രാത്രിയിലും. ഉറക്കം ഇതെവിടെ പോയോ ആവോ? ഈ പെണ്ണ് കാരണം കണ്ണ് ചിമ്മാൻ പോലും സാധിക്കുന്നില്ലല്ലോ എന്റെ ഭഗവാനെ. മഹി നോക്കിയപ്പോൾ ഗൗരി നല്ല ഉറക്കത്തിലാണ്. എത്ര പെട്ടെന്നാണ് ജീവിതത്തിൽ ഓരോന്ന് സംഭവിക്കുന്നത്. സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല ഗൗരി തന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന്. അവളെ ആദ്യമായി കണ്ട നാൾ മുതലുള്ള ഓരോ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് അവനും അന്നുറങ്ങി. മഹീട്ടാ, ഞാൻ ഹാഫ് ഡേ ലീവ് ചോദിക്കാം കേട്ടോ, എന്നിട്ട് ഏട്ടനെ വിളിച്ചു പറയാം. ഒന്നും വേണ്ട പെണ്ണേ, ഞാനൊരു 4 മണിയാകുമ്പോൾ വന്നേക്കാം. കുഴപ്പമില്ല, ഞാൻ ജസ്റ്റ് ചോദിക്കാം. അവളെ സ്കൂളിലേക്ക് കൊണ്ടുവിടാനായി പോകുകയാണ് മഹി. ഏട്ടാ, ഫുഡൊക്കെ എടുത്ത് കഴിച്ചോണം കേട്ടോ. ആ, ഞാൻ എന്നാ വിളിക്കാമേ, ഫോൺ എടുത്തോണം. ഗൗരി വണ്ടിയിൽ നിന്നിറങ്ങി അവനെ കൈവീശി കാണിച്ചു. അവൾ നേരെ പ്രിൻസിപ്പലിന്റെ റൂമിലേക്ക് ചെന്നു. ഉച്ച കഴിഞ്ഞ് ലീവ് തരുമോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ സമ്മതിച്ചു. കാരണം ഗൗരി അങ്ങനെ അധികം ലീവൊന്നും എടുക്കുന്ന കൂട്ടത്തിലുള്ള ഒരാളല്ലായിരുന്നു. ഗൗരിക്ക് സന്തോഷായി. അപ്പോൾ തന്നെ ഇക്കാര്യം മഹിയോട് വിളിച്ചു പറയുകയും ചെയ്തു. തിരികെ വീട്ടിലെത്തുമ്പോൾ ഗൗരിയും മഹിയും കണ്ടത് മുറ്റത്ത് നിൽക്കുന്ന ലീലയെടുത്തിയെ. ആ, ലീലയെടുത്തി വന്നല്ലോ, ഗൗരി ആഹ്ലാദത്തോടെ പറഞ്ഞു. മഹിയുടെ മുഖം പക്ഷേ ഇരുണ്ടു. എല്ലാം നശിപ്പിച്ചല്ലോ. അവനൊരു കൈകൊണ്ട് സ്റ്റിയറിങ്ങിൽ ആഞ്ഞടിച്ചു. ഗൗരി അവനെ നോക്കി. എന്തടി കോപ്പേ? അവന് ദേഷ്യം വന്നു. ഇതാപ്പോ നിന്നായേ, അങ്ങാടി തോറ്റന് ഭാര്യയോടൊന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഗൗരി വണ്ടിയിൽ നിന്നിറങ്ങി. ലീലയെടുത്തേ. ഗൗരി അവരെ കെട്ടിപ്പിടിച്ചു. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? കുറവുണ്ട് മോളെ, എന്നാലും ക്ഷീണാണ്. ലീലയെടുത്തി എപ്പോ എത്തി? വിളിച്ചു പറഞ്ഞില്ലല്ലോ. മഹി ഡോറിന്റെ ചാവിയുമായി ഉമ്മറത്തേക്ക് കയറി. മോനെ, ഞാനേ 2 മാസം കൂടി കഴിഞ്ഞിട്ടേ വരൂ. കുറച്ച് പൈസയ്ക്ക് അത്യാവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് വന്നതാ. മടിച്ചു പറയുകയാണ് അവർ. ലീലയെടുത്തി,
ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എന്താവശ്യമുണ്ടെങ്കിലും ചോദിക്കാൻ മറക്കരുതെന്ന്. അത് കുഞ്ഞെ, എന്നാലും ഒരെന്നാലും ഇല്ല. എത്ര രൂപയാണ് വേണ്ടത്? 5000 രൂപ വേണമായിരുന്നു. ഉം. അവൻ അകത്തേക്ക് കയറിപ്പോയി. മോളെ, മഹിക്കുഞ്ഞ് എങ്ങനെയുണ്ട്? സ്നേഹമൊക്കെ ആയോ? മഹിയേട്ടൻ പാവം ലീലേടത്തി. എന്നോട് കാര്യമൊക്കെ ആയിട്ടോ. അവൾ സന്തോഷത്തോടെ പറഞ്ഞു. അതെയോ മോളെ, നല്ല കാര്യം. അല്ലെങ്കിലും എന്റെ ഗൗരിമോളെ ആർക്കാ ഇഷ്ടമല്ലാത്തത്? പിന്നെ മഹിക്കുഞ്ഞാണെങ്കിൽ വെറും ശുദ്ധനാണ് കുട്ടി. രണ്ടാളും കൂടി സംസാരിച്ചു നിന്നപ്പോൾ മഹി അവിടേക്ക് വന്നു. അവർക്ക് കുറച്ച് കാശെടുത്ത് കൊടുത്തു. മോനെ, എനിക്ക് 5000 മതിയായിരുന്നു. ആ, ഇതിരിക്കട്ടെ ചേച്ചി, എപ്പോഴും ഓടി വരേണ്ടല്ലോ. മഹി കൊടുത്ത പണം മേടിച്ച് അവർ ബാഗിലേക്ക് തിരികെ. ലീലെടുത്ത് ഊണ് കഴിച്ചോ? ഇല്ല മോളെ. എന്നാ കയറി വരൂ, കഴിച്ചിട്ട് പോകാം. അവൾ അവരെയും കൂട്ടി ഉള്ളിലേക്ക് കയറി. ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം ഏകദേശം 4 മണിയോട് കൂടി അവർ തിരിച്ചുപോയി. മഴയ്ക്ക് നല്ല കാറും കോളും ഉണ്ട്. പെയ്യോ ആവോ? അവൾ മുറ്റത്തേക്കിറങ്ങി. ഉണങ്ങാനായി ഇട്ടിരുന്ന തുണികളെല്ലാം വേഗം പെറുക്കി. അപ്പോഴേക്കും 1-2 മഴത്തുള്ളികൾ അവളുടെ മുഖത്തേക്ക് വീണു. ഗൗരി, മഹി ഉറക്കെ വിളിച്ചു. ദാ വരുന്നു. അവൾ അകത്തേക്ക് ഓടി. മഹിയേട്ടാ, മഴയ്ക്ക് മുന്നേ ഞാൻ ഇന്ന് വേഗം പോയി കുളിച്ചിട്ട് വരാം. അവൾ എന്തെങ്കിലും പറയും മുമ്പേ മാറാനുള്ള ഡ്രസ്സുമെടുത്ത് ഗൗരി വാഷ്റൂമിലേക്ക് ഓടി. അല്പം കഴിഞ്ഞവൾ ഇറങ്ങി വന്നതും മഹി അവളെ നീല കണ്ണാടിക്ക് മുന്നിൽ ചെന്നിരുത്തി. എന്താ മഹിയേട്ടാ? അവൾ ചോദിച്ചതും അവന്റെ ചൂണ്ടുവിരൽ അവളുടെ ചൊടികളിലേക്ക് വെച്ചുകൊണ്ട് അവളെ വിലക്കി. എന്റെ ഗൗരിക്കുട്ടി അടങ്ങിയിരുന്നാ മതി, ഇങ്ങോട്ടൊന്നും ചോദിക്കണ്ട. സിന്ദൂരച്ചെപ്പിൽ നിന്നും ഒരു നുള്ളു സിന്ദൂരം എടുത്ത് അവൻ തന്റെ തൊടുവിരൽ കൊണ്ട് ആദ്യം അവളുടെ സീമന്തം ചുവപ്പിച്ചു. എന്നിട്ട് അല്പം എടുത്ത് അവളുടെ നെറ്റിമേൽ വട്ടത്തിലൊരു പൊട്ട് തൊട്ടു. ഗൗരി അവനെ നോക്കിയപ്പോൾ മഹിയൊന്ന് കണ്ണിറുക്കി കാണിച്ചു. ലേശം കൺമഷി എടുത്ത് അവളുടെ മിഴികളിലേക്ക് നീളത്തിൽ വരച്ചു. എന്നിട്ട് ഉച്ചിയിൽ കെട്ടിവെച്ചിരുന്ന അവളുടെ നനഞ്ഞ മുടി മെല്ലെ അഴിച്ചിട്ടു. ഗൗരി കോർത്തു വെച്ചിരുന്ന ചെമ്പകപ്പൂവിന്റെ മാല അവൻ അവളുടെ മുടിയിലേക്ക് തിരുകി. എന്നിട്ട് അവൻ അവളുടെ പിന്നിലേക്ക് വന്നു നിന്നു. ആ, അവളുടെ കാച്ചെണ്ണ തേച്ച മുടിയിൽ നിന്നും ചെമ്പകപ്പൂവിന്റെ പരിമളം കൂടി ആയപ്പോൾ അവൻ തന്നെ തന്നെ മറന്നു. ഗൗരി, അത്രമേൽ ആർദ്രമായി അവന്റെ വിളിയൊച്ച. അവൾ മെല്ലെ മിഴികൾ ഉയർത്തി. എന്റെ പെണ്ണും മൊഞ്ചത്തിയായല്ലോ. നീല കണ്ണാടിയിലേക്ക് ചൂണ്ടിക്കൊണ്ട് അവൻ അവളോട് പറഞ്ഞു. നോക്കിയപ്പോ അവളും കണ്ടു. മഹി തൊട്ടുകൊടുത്ത വലിയ വട്ടപ്പൊട്ടും സിന്ദൂരവും. മിഴിയിൽ നിറയെ കരിയും. അതിനേക്കാളേറെ അവൻ ചൂടിക്കൊടുത്ത ചെമ്പകപ്പൂമാല. അവന്റെ താടിരോമങ്ങൾ അവളുടെ പിൻകഴുത്തിൽ ഇക്കിളി കൂട്ടാൻ തുടങ്ങിയപ്പോൾ ഗൗരി കുതറിക്കൊണ്ടവനെ ഇറുക്കി പുണർന്നു. മഴ അപ്പോഴേക്കും ചന്നം പിന്നം പെയ്യാൻ തുടങ്ങി. ഗൗരിയുടെ നെറുകയിലാണ് അവന്റെ അതിരം ആദ്യം പതിഞ്ഞത്. അതിനുശേഷം അവൻ അവളുടെ വെള്ളാരം കണ്ണുകളിൽ മുത്തി. അപ്പോഴേക്കും പെണ്ണിന്റെ കവിൾത്തടങ്ങൾ ഒന്ന് ചുവന്നു. ഇരു കവിളുകളും അവൻ അവന്റെ കൈക്കുമ്പിളിൽ ഒതുക്കി. ശേഷം മെല്ലെ മെല്ലെ, അത്രമേൽ മൃദുവായി അവളുടെ അതിരം നുകർന്നതും പെണ്ണൊന്നു പുളഞ്ഞു. പുറത്ത് പെയ്തു തുടങ്ങിയ മഴയെപ്പോലെയായിരുന്നവൾ. ആദ്യമാദ്യം ചിണുങ്ങി. അവന്റെ പുറത്ത് അവളുടെ നഖങ്ങൾ പോറൽ വീഴ്ത്തി തുടങ്ങി. അവൻ നൽകിയ ചുംബനത്തേക്കാൾ അവന്റെ ചുടുനിശ്വാസങ്ങൾ അവളുടെ കവളിലൂടെ തട്ടിയൊഴുകി. പുറത്തു മഴ ശക്തി പ്രാപിച്ചു വരുന്നു, ഒപ്പം മിന്നലും. അത് കേട്ടപ്പോൾ ഗൗരി അവനെ ഒന്നുകൂടി ശക്തിയിൽ പുണർന്നു. മഹി അപ്പോഴും ഗാഠചുംബനത്തിന്റെ ആഴപ്പരപ്പുകളിൽ അലയുകയായിരുന്നു. ആ ഒരൊറ്റ ചുംബനത്താൽ അവളുടെ ഓരോ സിരകളിലും മിന്നൽ പടർന്നു. തന്നിൽ പല വികാരങ്ങൾ പൊട്ടിമുളയ്ക്കുന്നതായി ഗൗരി അറിഞ്ഞു. ഒരു തീനാളം പോലെ ഉയർന്നു വരികയാണത്. മഹി അവളെ കോരിയെടുത്തു കൊണ്ടുപോയി ബെഡിൽ കിടത്തി. മഴയ്ക്ക് എന്നും ഇഷ്ടം ധരയെയായിരുന്നു. അവൻ നൽകുന്ന ഓരോ മഴത്തുള്ളികളും ഏറ്റുവാങ്ങാനായി അവൾ വെമ്പൽ കൊള്ളും. അതുപോലെയായിരുന്നു മഹിയും ഗൗരിയും. ആടകൾ ഒന്നൊന്നായി അഴിഞ്ഞു വീഴുമ്പോഴും ഗൗരി നാണത്താൽ മിഴികൾ പൂട്ടി. ഒരു മാരി പോലെ അവൻ അവളെ പുൽകുവാനായി തയ്യാറെടുത്തു കഴിഞ്ഞു. അവന്റെ ഓരോ കരവിരുതിനാലും അവളും ഉണർന്നു തുടങ്ങിയിരുന്ന അപ്പോഴേക്കും അവളുടെ ഉണർവിന്റെ നനുത്ത തന്ത്രികളിൽ അവന്റെ വിരലുകൾ വീണം തുടങ്ങിയപ്പോൾ അവളുടെ ലഹരി പതഞ്ഞു പൊങ്ങി. ഉയർന്നു താഴ്ന്ന ലഹരിയിലേക്ക് അവൻ തന്റെ അതിരം നുകർന്നപ്പോൾ അതിൽ അലിഞ്ഞില്ലാതാകുകയായിരുന്നു പെണ്ണ്. രസനയുടെ രാസവിദ്യയിൽ
അവനൊരു ജാലവിദ്യക്കാരനായിരുന്നു അപ്പോഴേക്കും. അവളുടെ ഓരോ അണുവിലും പല പല വർണ്ണങ്ങൾ തീർത്തുകൊണ്ട് അവൻ തന്റെ മായാജാലം തുടർന്നപ്പോൾ അവൾ വികാരപരവശയായി. പുറത്തു മഴ അതിന്റെ പരമകോടിയിൽ എത്തിത്തുടങ്ങി. മിന്നലും ഇടിയും ഒക്കെ ശക്തിയായുണ്ട്. ഇരു വികാരങ്ങളും അതുപോലെയായിരുന്നു. അവളിലെ തേൻ നുകർന്നുകൊണ്ട് മെല്ലെ മെല്ലെ ആർദ്രമായി അവൻ തന്റെ പാതിയിലേക്കിറങ്ങി. അതുവരെ കാണാത്ത ഭാവം പെണ്ണിനപ്പോൾ. മിഴികൾ പിടഞ്ഞോ? മിഴിനീർ പതിഞ്ഞുവോ? എന്നാൽ അപ്പോഴും അവൻ അവളിൽ ഒരു ചുംബന പൂക്കാലം വീണ്ടും തീർത്തു. ഒരു വേള അവളൊന്നുയർന്നു പൊങ്ങി. ഒരു പേമാരിയായി അവൻ അവളിലേക്ക് പെയ്തിറങ്ങി. ശ്വാസതാളങ്ങൾക്കും ഉയർച്ച താഴ്ചകൾക്കും ശേഷം അവൻ നൽകിയ ആദ്യ രതിയുടെ ആലസ്യത്താൽ അവളുടെ നെറുകയിലെ സിന്ദൂരം പോലും അലിഞ്ഞവനോട് ചേർന്നു. അതെ, മഹേശ്വർ തന്റെ പാതിയെ അവളിലെ സ്ത്രീ എന്ന പൂർണ്ണതയിൽ എത്തിച്ചു കഴിഞ്ഞിരുന്നു. അവൻ മുഖം ചിരിച്ചുകൊണ്ട് തന്നോട് ചേർന്ന് കിടക്കുന്നവളെ ഒന്ന് നോക്കി. പെണ്ണപ്പോൾ തിരിച്ചവനെയും. നെഞ്ചിലേക്ക് അവളെ എടുത്തിട്ടുകൊണ്ട് മഹി അപ്പോൾ അവളുടെ ഇളമേനിയിൽ തലോടി. വേദനിച്ചോ? അവന്റെ ശബ്ദം കാതിൽ പതിഞ്ഞു. ഇല്ലെന്നവൾ ചുമൽ ചലിപ്പിച്ചു. ഇഷ്ടായോ? അവന്റെ കുസൃതി നിറഞ്ഞ കണ്ണുകളിലേക്ക് കുറുമ്പോടെ അവൾ നോക്കി. എന്നിട്ട് അവന്റെ കവളിൽ ആഞ്ഞൊരു കടിവെച്ചു കൊടുത്തു. പുറത്തെ മഴയും അപ്പോഴേക്കും ശമിച്ചു തുടങ്ങിയിരുന്നു. ഗൗരി, അവളുടെ മുടിയിഴകളിൽ മെല്ലെ വിരൽ ഓടിച്ചുകൊണ്ട് അവൻ വിളിച്ചു. എനിക്കിഷ്ടായിട്ടോ. എന്ത്? അവൾ അവന്റെ ഇറുക്കി പിണർന്നു കിടക്കുകയാണ് അപ്പോഴും. എല്ലാം. പിന്നെ പ്രത്യേകിച്ചതേ ഇത്. ഒറ്റ കുതിപ്പിന് എഴുന്നേറ്റുകൊണ്ട് അവൻ അവളുടെ ദേഹത്തു നിന്നും ബെഡ്ഷീറ്റ് വലിച്ചെടുത്തു. എന്നിട്ട് അവളുടെ അണിവേറിലേക്ക് മുഖം പൂഴ്ത്തി. അവന്റെ ദന്തനിരകൾ അവളുടെ പൊക്കിൾ ചുഴിയുടെ മുകളിലായി നിലകൊണ്ട കാക്കപ്പുള്ളിയിലേക്ക് പതിഞ്ഞതും ഗൗരി അവന്റെ മുടിയിഴകളിൽ കോർത്തു വലിച്ചു. അയ്യട പ്ലീസ്. പക്ഷേ അവൻ പിന്മാറിയില്ല. ഓരോ ചുംബനം ഏറ്റുവാങ്ങുമ്പോഴും ഗൗരി പിടഞ്ഞു. പെണ്ണിന്റെ പൂവുടൽ പോലും വിറകൊണ്ട് കഴിഞ്ഞു. മഹി പെട്ടെന്ന് എഴുന്നേറ്റു. അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ ഗൗരിയെ. അപ്പോഴും അവളെ വിറയ്ക്കുകയാണ്. വേഗം തന്നെ അവൾ കയ്യെത്തി ബെഡ്ഷീറ്റ് വലിച്ചെടുത്തു തന്റെ ദേഹത്തേക്കിട്ടു. ഗൗരി, നീ ഇങ്ങനെ തുടങ്ങിയ ഞാൻ കുറച്ച് പാടുപെടും. ഞാൻ പെട്ടെന്നങ്ങോട്ട് പേടിച്ചുപോയി, അതാ. എന്തിനാ പേടിക്കുന്നേ? ഒന്നുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. മതിയായില്ല പെണ്ണേ, സത്യം. അവൻ അവളുടെ കാതിൽ മൊഴിഞ്ഞു. ഗൗരി കണ്ണു തുറന്നു. ഉറങ്ങിക്കോ, നാളെ സ്കൂളിൽ പോകണ്ടേ? അവൻ അവളുടെ തോളത്ത് തട്ടി. പതിയെ അവളുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു. മഹി ബാൽക്കണിയിലേക്കും പോയി. കട്ടമുല്ലയുടെയും ചെമ്പകത്തിന്റെയും സുഗന്ധം മഴ പെയ്തു തോർന്നപ്പോൾ തന്നെ വാനിൽ നിലി അങ്ങനെ പുഞ്ചിരി തൂകി നിൽക്കുന്നു. തോഴിമാരായി അനേകം താരകങ്ങളുമുണ്ട്. കുറേയേറെ സമയം മഹിയ ഇരിപ്പ് തുടർന്നു. അകലെ എവിടെയോ പാതിരാക്കോഴി കൂവുന്നുണ്ട്. അവൻ എഴുന്നേറ്റ് വന്നപ്പോൾ കണ്ടു ആദ്യ രതിയുടെ ആലസ്യത്തിൽ മിഴികൾ പൂട്ടിക്കിടക്കുന്നവളെ. രാവിലെ ആദ്യം ഉണർന്നത് ഗൗരിയായിരുന്നു. സമയം 5 മണിയായിരിക്കുന്നു. തലേദിവസം രാത്രിയിൽ മഹി ചൂടിക്കൊടുത്ത ചെമ്പകപ്പൂക്കളൊക്കെ വാടിക്കിടക്കുന്നുണ്ട്. അവൾ കണ്ണ് ചിമ്മി തുറന്ന് മഹിയെ നോക്കി. അപ്പോഴും ഒരു കൊച്ചു കുഞ്ഞിനെ എന്നപ്പോൾ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അവന്റെ കിടപ്പ്. തന്റെ പ്രാണന്റെ ശ്വാസതാളം കേട്ടുകൊണ്ട് അവൾ അല്പനേരം ആ കിടപ്പ് തുടർന്നു. ഈ പുലരി പിറക്കാതിരുന്നുവെങ്കിൽ മഹിയേട്ടന്റെ ചൂടേറ്റുകൊണ്ട് ഇങ്ങനെ ഈ കിടപ്പ് തുടരാമായിരുന്നു. അതാണ് അവൾ ആദ്യം ഓർത്തത്. അവൻ നൽകിയ രതിയേക്കാൾ അവൾക്കേറെ മനസ്സ് നിറഞ്ഞത് അതിനുശേഷം അവൻ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്റെ നെറുകയിൽ തലോടി തനിക്ക് വേദനിച്ചോ എന്ന് ചോദിച്ചതാണ്. ആ കരുതൽ, സ്നേഹം, ലാളന എല്ലാം ആവോളം അനുഭവിച്ചു. ഒറ്റ രാത്രി കൊണ്ട് തന്നെ അവൻ അവളുടെ പ്രാണന്റെ അവകാശിയായി മാറിയിരിക്കുന്നു. മഹിയേട്ടൻ, ഈശ്വരൻ തനിക്കായി കാത്തുവെച്ച തന്റെ ഹൃദയത്തുടിപ്പ്. അവൾ പതിയെ എഴുന്നേറ്റു. തന്റെ നാണമെന്ന വികാരത്തെ ഒറ്റ രാത്രി കൊണ്ട് കവർന്നെടുത്ത് ദൂരേക്ക് വലിച്ചെറിഞ്ഞു കളഞ്ഞവനെ അവൾ ഒന്നുകൂടി നോക്കി. കള്ളത്തെമ്മാടി. അവൾ ചിരിയോടെ പെറുപെറുത്തു. എന്നിട്ട് മാറുവരെയും ബെഡ്ഷീറ്റ് എടുത്ത് ഉടുത്തുകൊണ്ട് അവൾ വാഷ്റൂമിലേക്ക് പോയി. വെള്ളത്തുള്ളികൾ ദേഹത്തേക്ക് വീണപ്പോൾ അവന്റെ ദന്തം പതിഞ്ഞ ഭാഗത്തെല്ലാം നനുത്ത നീറ്റൽ പോലെ. എന്നിരുന്നാലും ആ വേദനയിലും വല്ലാത്ത കുളിരും സുഖവും. കുറേയേറെ സമയം അവൾ ആ നിൽപ്പ് തുടർന്നു. ഒരു മന്ദസ്മിതത്തോടെ ഗൗരി പുറത്തേക്ക് ഇറങ്ങി വന്നു.
ജനാല തുറന്നപ്പോൾ തണുത്ത കാറ്റും ഒപ്പം ചെമ്പകപ്പൂമണം അവിടെ മാകെ നിറഞ്ഞിരിക്കുന്നു. അകലെ കൃഷ്ണൻകോവിലിൽ നിന്നും എം.എസ്. സുബ്ബലക്ഷ്മിയുടെ സുപ്രഭാതം ഉയർന്നു വരുന്നുണ്ട്. പാലുകാരനാണോ പത്രക്കാരനാണോ എന്നറിയില്ല. ബെല്ലടിച്ചുകൊണ്ട് പോകുന്ന കാണാം. അവൾ ഇറങ്ങി താഴേക്ക് വന്നു. ഫ്രിഡ്ജിൽ നിന്നും പാലെടുത്തു. നല്ലൊരു കോഫി കുടിക്കാം. പാലിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ശേഷം അവൾ സ്റ്റൗ ഓൺ ചെയ്തു. തലേ ദിവസം ദോശമാവ് അരച്ചു വെച്ചത് നന്നായി പതഞ്ഞു പൊങ്ങി പരുവായിരിക്കുന്നു. അല്പം ഉപ്പ് ചേർത്തുകൊണ്ട് ഒന്നുകൂടെ നന്നായി ഇളക്കി. ശേഷം അത് മാറ്റിവെച്ചു. പാല് തിളച്ചു വന്നപ്പോൾ ആവശ്യത്തിന് പൊടിയും പഞ്ചസാരയും ഇട്ടിളക്കി സ്റ്റീൽ കപ്പിലിട്ട് ഒന്നാറ്റി. ഒരു കപ്പ് കാപ്പി കുടിച്ച ശേഷം വല്ലാത്തൊരു സുഖം, ആകെ ഒരു ഉന്മേഷം. ആ സമയത്താണ് മഹി ഉണർന്നു വന്നത്. കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ ദിവസവും ഒരു ടീഷർട്ട് ഇട്ടുകൊണ്ട് വരുന്നയാളാണ്. ഇന്ന് എന്തേ പറ്റിയത്? അവൾ ആലോചിച്ചു. പിന്നിൽ നിന്നും വന്നുകൊണ്ട് അവൻ അവളുടെ വയറിലൂടെ ഇരു കൈകളും ബന്ധിച്ചു. എന്നിട്ട് അവളുടെ പൊക്കിൾ ചുഴിയിലേക്ക് ചൂണ്ടുവിരൽ കൊണ്ട് ഒന്ന് ചുഴറ്റി. മഹിയേട്ട കൂടുന്നുണ്ട് കേട്ടോ, അല്ല പേട തരുന്നുണ്ട് ഞാന്. പിന്തിരിഞ്ഞു നിന്നുകൊണ്ട് അവൾ അവനെ നോക്കി പേടിപ്പിച്ചു. നിനക്കിട്ടാണിപ്പോ 2 തരേണ്ടത്, അറിയുവോ? എനിക്കിട്ടോ? അതിന് ഞാനെന്ത് ചെയ്തു? ഗൗരി ചുണ്ട് കൂർപ്പിച്ചുകൊണ്ട് അവനെ നോക്കി. ദാ ഇത് കണ്ടോ നീ? അവൻ തിരിഞ്ഞു നിന്നപ്പോഴാണ് ഗൗരി കണ്ടത് തന്റെ നഖം കൊണ്ട് കോറിയ പാട്. ഇങ്ങനെ തുടർന്നാലേ പിന്നെ എന്റെ പുറത്ത് അല്പം പോലും ഇവിടെ ബാക്കി കാണില്ല കേട്ടോ ഗൗരി. അവൾ എടുത്തു വെച്ച കാപ്പിയുമായിട്ട് ഉമ്മറത്തേക്ക് പത്രം എടുക്കാനായി പോകുമ്പോൾ മഹി വിളിച്ചു പറഞ്ഞു. ഗൗരി കീഴ്ചുണ്ട് കടിച്ചു പിടിച്ചുകൊണ്ട് അടുക്കളപ്പുറത്തേക്ക് ഇറങ്ങി. നല്ല മഞ്ഞുണ്ട്. ഹോ, ഇന്നും മഴ കാണും, അവൾ ഓർത്തു. തലേ ദിവസത്തെ മഴയത്ത് ധാരാളം കരിയിലകൾ കൊഴിഞ്ഞു വീണ് കിടപ്പുണ്ട്. അവൾ ഒരു ചൂലെടുത്തുകൊണ്ട് വന്നു. എന്നിട്ടെല്ലാം നന്നായി അടിച്ചു വാരിക്കളഞ്ഞിട്ടാണ് വീണ്ടും കയറി വന്നത്. ഏട്ടൻ ഇന്ന് ലീവാണോ? ദോശമാവ് കോരിയൊഴിച്ച് ഒന്നൊന്നായി ചുട്ടെടുക്കുകയാണ് ഗൗരി. ഇന്നെനിക്ക് ഭയങ്കര മടിയാ പെണ്ണേ, പോകുന്നില്ല. നീയും ലീവ് എടുക്കുന്നോ? എനിക്കൊരു കമ്പനിയാകും. അയ്യടാ, എന്തൊരു പൂതിയാണെന്ന് നോക്കിയേ. അവൾ ഇരു പുരികങ്ങളും കൂട്ടിപ്പിടിച്ചുകൊണ്ട് മഹിയെ നോക്കി. നീ ഒന്ന് വിളിച്ചു പറ പെണ്ണേ, എനിക്കിനി പോഷൻ തീരാനുണ്ടേട്ടാ, എക്സാം ആവാറായില്ലേ. ചോറും കറികളുമൊക്കെ ഉണ്ടാക്കി വെച്ച് ഗൗരി ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് മേശമേൽ നിർത്തി. മഹിയേട്ടാ വാന്നേ, സമയം പോകുന്നു. അവൾ ഉറക്കെ വിളിച്ചു. ദാ വരുന്നു ഗൗരി. രണ്ടാളും കൂടി ഇരുന്ന് ഭക്ഷണം കഴിച്ചത്. അതിനുശേഷം ഗൗരി വേഗത്തിൽ റെഡി ആവാനായി പോയി. ഒരുങ്ങി ഇറങ്ങി വന്നപ്പോഴാണ് അവൾ എന്തോ മറന്നതുപോലെ തിരിച്ചു കയറാൻ തുടങ്ങിയേ. എന്താ ഗൗരി, കൂടെ എടുത്തില്ല? ഇനി മഴയെങ്ങാനും പെയ്താൽ? അത് സാരമില്ല, ഞാനുണ്ടല്ലോ ഇവിടെ. നിന്നെ കൂട്ടാൻ വൈകുന്നേരം എത്തിക്കോളാം. അവൾ മഹിയോടൊപ്പം കാറിൽ കയറി. ഗൗരിയെ സ്കൂളിൽ കൊണ്ടുപോയി വിട്ട ശേഷം മഹി നേരെ വീട്ടിലേക്ക് വന്നു. വാതിൽ തുറന്നു കയറിയപ്പോൾ വല്ലാത്തൊരു ശൂന്യത. ഗൗരി ഓരോ നിമിഷവും അവളിലേക്ക് ചുരുങ്ങുകയാണ്. തലേ രാത്രി തോരാതെ പെയ്ത മഴയിൽ അവളിലേക്ക് ചേർന്നത് തന്റെ ഓരോ സ്പന്ദനത്തിലും ഗൗരിയാണ്. അവളില്ലാതെ ഒരു നിമിഷം പോലും തനിക്കാവില്ല. അത്രമേൽ അത്രമേൽ അവൾ എന്നിലേക്ക് അലിഞ്ഞു കഴിഞ്ഞു. എത്രയെത്ര ജന്മങ്ങൾ പിറവിയെടുത്താലും അത് അവളുടെ പാതിയാവാൻ വേണ്ടി മാത്രമാകണം. അവളോടുള്ള സ്നേഹം ആർത്തിരമ്പുമ്പോൾ മഹി അറിഞ്ഞിരുന്നില്ല തങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന ആ വലിയ വിപത്തിനെ. തുടരും.